ഹായ് ഫ്രണ്ട്സ്, നമുക്ക് ഏവർക്കും അറിയുന്നതുപോലെ തന്നെ ഇന്ന് സാധാരണക്കാരും കാർ ഉപയോഗിച്ച് തുടങ്ങി. ഒരു വീട്ടിൽ ഒരു കാർ വീതം നമുക്ക് കാണാൻ സാധിക്കും. ജനപ്പെരുപ്പം കൂടുന്നു, അതിന് അനുസൃതമായി വാഹനങ്ങളുടെ എണ്ണം കൂടി വരുന്നു. ദിനം പ്രതി ഡീസൽ, പെട്രോൾ വിലവർധനവ് സാധാരണക്കാരുടെ ജീവിതം ദുരിതപൂർണ്ണമാക്കുന്നു. ഈ സാഹചര്യത്തിൽ CNG LPG ഉപയോഗിച്ചുള്ള വാഹനങ്ങൾ ഇന്ധനക്ഷമതയും അതുപോലെ തന്നെ വളരെ വലിയ സാമ്പത്തിക ലാഭവും നമുക്ക് നേടിത്തരുന്നു. ഇന്നത്തെ വീഡിയോ തയ്യാറാക്കിയിരിക്കുന്നത് CNG LPG കിറ്റ് ഇൻസ്റ്റാളേഷനെ കുറിച്ചാണ്. ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും ഒരിക്കൽ കൂടി യൂണിക് മീഡിയ ഹബ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാൻ ജോബി ആൻ്റണി. ഇന്ന് നമ്മൾ വന്നു ചേർന്നിരിക്കുന്നത് തൃശ്ശൂരിലെ കാളത്തോട് എന്ന് പറയുന്ന സ്ഥലത്താണ്. പെട്രോൾ വാഹനങ്ങൾക്ക് CNG LPG കിറ്റ് കൺവേർഷൻ ചെയ്യുന്ന ഒരു യൂണിറ്റാണ് ഇത്. ഇതിൻ്റെ സാരഥി മെൽവിനാണ്. മെൽവിൻ, സ്വാഗതം. നമ്മൾ എത്ര വർഷമായി ഈ പരിപാടി തുടങ്ങിയിട്ട്? 15 വർഷം. 15 വർഷമായി. നമ്മൾ മെയിനായിട്ട് എന്തൊക്കെയാണ് ചെയ്യുന്നത് ഇവിടെ LPG സാധാ കിറ്റ് ചെയ്യുന്നുണ്ട്, സീക്വൻഷ്യലി ചെയ്യുന്നുണ്ട്, CNG ചെയ്യുന്നുണ്ട്. LPGയും CNGയും തമ്മിലുള്ള മാറ്റം എന്നതാണ്? LPGയും CNGയും തമ്മിലുള്ള മാറ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈ പ്രഷറാണ് CNG, പ്രഷർ കുറവാണ് LPG. LPGയുടെ ടാങ്കിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ 50 ലിറ്ററിൻ്റെ 60 ലിറ്ററിൻ്റെ ടാങ്കിൽ നമുക്ക് 48 ലിറ്റർ ഗ്യാസ് കൊള്ളും. CNGയുടെ ടാങ്കിൽ 60 ലിറ്ററിൻ്റെ 8 കിലോനാണ് കൊള്ളുള്ളൂ. അതാണ് മെയിനായിട്ട് വ്യത്യാസം. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ചിലവ് കൂടുതൽ ഏതിനാവും? CNG ആവോ? അല്ല, രണ്ടും കണക്കാണ്. 58 രൂപയാണ് ഒരു ലിറ്റർ CNGയുടെ, ഒരു കിലോ CNGയുടെ വില. ഒരു ലിറ്റർ LPGയുടെ വില 47 രൂപയാണ്. നമുക്ക് എന്തെങ്കിലും ഗവൺമെന്റ് അംഗീകൃത അപ്രൂവൽ അങ്ങനത്തെ RFC ഉണ്ട്. ഇപ്പൊ നമ്മളിപ്പോ ഒരു എൻജിൻ ഗ്യാസിക്ക് മാറ്റുമ്പോൾ നമുക്ക് എന്തെങ്കിലും ഗവൺമെന്റ് ലെവലിൽ നിന്ന് എന്തെങ്കിലും അപ്രൂവലിന്റെ ആവശ്യമുണ്ടോ? അതിന്റെ നമ്മളൊരു കിറ്റ് മേടിക്കുമ്പോൾ അതിന്റെ പേപ്പർ അടക്കം മേടിക്കും. അതാണ് ആ വണ്ടിക്ക് RC ബുക്കിന് അനുസരിച്ച് ആ പേപ്പർ മേടിച്ച് അത് RTOയിൽ കൊടുത്ത് അവിടെ കൊണ്ടുപോയി കാണിച്ച് അംഗീകാരം എടുക്കുക ചെയ്യും. നമ്മളപ്പോൾ അംഗീകൃത സ്ഥാപനമാണ് നമ്മൾ ഏതെല്ലാം വണ്ടികൾക്കൊക്കെ നമുക്ക് ഈ കിറ്റ് കയറ്റാൻ പറ്റും? ഇപ്പോൾ പെട്രോൾ വണ്ടികൾക്ക് ഒരുവിധം എല്ലാ വണ്ടികൾക്കും കയറ്റാൻ പറ്റും. ഇപ്പോൾ ശരിക്കും വരുന്നത് ഇപ്പോൾ പെട്രോൾ വണ്ടി 3 സിലിണ്ടർ, 4 സിലിണ്ടർ, 6 സിലിണ്ടർ ഈ വണ്ടികളാണ് വരുന്നത്. അപ്പോൾ മെയിനായിട്ട് ഇപ്പോൾ ഒരുപാട് ആളുകൾ ഇതിപ്പോൾ CNG ആണോ LPG ആണോ ചെയ്യുന്നത്? ഏതാണ് മെയിനായിട്ട് കൂടുതൽ ചെയ്യുന്നത്? ഇപ്പോൾ കോമൺലി ഇപ്പോൾ ഇവിടെ LPG ആണ് കൂടുതൽ ചെയ്യുന്നത്. CNG ഇപ്പോൾ വന്നു തുടങ്ങിയിട്ടുള്ളൂ. തൃശ്ശൂർ ഇപ്പോൾ ഒരു 2 പമ്പ് ഓപ്പൺ ആക്കിയിട്ടുണ്ട്. അപ്പോൾ ആ പമ്പിലൊക്കെ ഇപ്പോൾ CNG കിട്ടുന്നുണ്ട്. അപ്പോൾ CNG ഇപ്പോൾ ചെയ്യുന്നുണ്ട്. ഒരു കിറ്റ് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ ഏകദേശം എത്ര ചിലവ് വരുന്നുണ്ട്? LPG ആണെന്നുണ്ടെങ്കിൽ 35 രൂപ വരുന്നുണ്ട്. RC ബുക്കിൽ എൻ്റർ ചെയ്യണം നടക്കും. 35,000. LPG. CNG ആണെന്നുണ്ടെങ്കിൽ 48 വരുന്നുണ്ട്. ഇതിൻ്റെ ടാങ്ക് കപ്പാസിറ്റിക്ക് എത്രയാവും? ടാങ്ക് കപ്പാസിറ്റി ഓരോ വണ്ടിക്ക് അനുസരിച്ചാണ് ടാങ്ക് കപ്പാസിറ്റി വരുന്നത്. മെയിൻലി ഇപ്പോൾ CNGക്ക് ടാങ്ക് വരുന്നത് 60-ൻ്റെയും 65-ൻ്റെയാണ് വരുന്നത്. 65-ൻ്റെ ആകുമ്പോൾ 10 കിലോ കയറും. 60-ൻ്റെ ആണെങ്കിൽ 8 കിലോ കയറും CNG. LPG ആണെന്നുണ്ടെങ്കിൽ പല മോഡൽ വരുന്നുണ്ട്. എന്താ പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ ഒരു ടയറിൻ്റെ ഷേപ്പിൽ ഒരു റൗണ്ട് ടൈപ്പ് വരുന്നുണ്ട്. അത് സ്റ്റെപ്പിനിയിൽ അത് റൗണ്ട് ആയിരിക്കും. അപ്പോൾ സ്റ്റെപ്പിന് കാറിലൊക്കെ ഉപയോഗിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഇതിൻ്റെ മെയിൻ ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം കിറ്റ് ഇൻസ്റ്റാൾ ചെയ്തതിന് എന്തെല്ലാം മെയിൻ്റെനൻസ് ആണ് മെയിനായിട്ട് വരാം? മെയിനായിട്ട് ഈ ഫിൽറ്റർ ബ്ലോക്ക് ആവുകയാണ് ചെയ്യുന്നത്. കരട് വന്നിട്ട് ഫിൽറ്റർ ബ്ലോക്ക് ആവുകയാണ് ഉണ്ടാവുക. വേറെ മെയിൻ്റെനൻസ് ഒന്നും വരാണ്ട്. അത് അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ കൊണ്ടുവരേണ്ടി വരും, അല്ലെങ്കിൽ അവർക്ക് തന്നെ ചെയ്യാൻ പറ്റുമോ? അവർക്ക് തന്നെ ചെയ്യണമെങ്കിൽ ചെയ്യാം. ഒരു ഫിൽറ്റർ മേടിച്ച് മാറ്റിയിടേ വേണ്ടു. വേറെ ഇതൊന്നും വരുന്നത് അത്ര വലിയ ചിലവൊന്നും. പിന്നെ നമുക്കിപ്പോൾ ഗ്യാസ് കയറ്റിയ വണ്ടിക്ക് ഇപ്പോൾ പെട്രോൾ വണ്ടികളാണല്ലോ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഗ്യാസ് ഇല്ലെങ്കിൽ നമുക്ക് പെട്രോളിൽ ഓടിക്കാൻ പറ്റും. ഓട്ടോമാറ്റിക് മാറിക്കോളും. ഈ വില കൂടിയ സിസ്റ്റങ്ങളിൽ മുഴുവൻ ഓട്ടോമാറ്റിക് വണ്ടി ചേഞ്ച് ആവും. ഡ്രൈവർ അതിന് ബോധറാവേണ്ട ആവശ്യമില്ല. കാരണം വെച്ചാൽ വണ്ടി ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ LPG CNG കഴിഞ്ഞു പോയി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി വണ്ടി തന്നെ സ്വയം പെട്രോളിലേക്ക് മാറും. അപ്പോൾ പിന്നെ ഗ്യാസ് വന്നിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക് ഒരു മ്യൂസിക്കോട് കൂടിയാണ് മാറുക. അപ്പോൾ നമുക്കറിയാം പെട്രോളിൽ ഇങ്ങ് ഓടണമെന്ന്. അതിനുശേഷം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ പെട്രോളിലേക്ക് സെപ്പറേറ്റ് ഇടാം. അല്ലാണ്ട് ഗ്യാസ് അടിച്ച് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് വീണ്ടും ഗ്യാസിലേക്ക് തന്നെ വരും. നമുക്ക് ഇതിന്റെ മൈലേജ് നോക്കുമ്പോൾ പെട്രോളിനേക്കാൾ അപേക്ഷിച്ച് എങ്ങനെയാണ് ഇതിന്റെ മൈലേജ്? എത്ര 70% മൈലേജ് കൂടുതലാണ്. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു പ്രോഫിറ്റബിൾ ആണ്.
ഏത് ടൈപ്പ് കാറിനും ഇത് സൂട്ടാവും. ഓട്ടോമാറ്റിക് കാറിനും സാധാരണ മാനുവൽ ഗിയറിനും എല്ലാത്തിനും സൂട്ടാവും. ഇതിന്റെ CNG LPG കിറ്റ് വരുമ്പോൾ ഓൾമോസ്റ്റ് സെയിം തന്നെയാണോ? അല്ല ഡിഫറെന്റ്? ഓൾമോസ്റ്റ് സെയിം ആണ് വരുന്നത്. അതിലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഉപയോഗിക്കുന്നതിൽ LPG-യിലാണെന്നുണ്ടെങ്കിൽ കോപ്പർ ടൈപ്പാണ് ഉപയോഗിക്കുക. LPG-യിൽ ഇത് ട്യൂബിലാ? ഈ ട്യൂബ് കോപ്പർ ആയിരിക്കും. അതേപോലെ തന്നെ CNG-യിലാകുമ്പോൾ സ്റ്റീലായിരിക്കും. ഇതാണ് ഉപയോഗിക്കുക. എന്താ കാരണം? എന്താ കാരണം വെച്ചാൽ ഹൈ പ്രഷറാണ് CNG. പ്രഷർ കൂടിയ കാരണം നമുക്കിപ്പോൾ കോപ്പർ ഇട്ട് കഴിഞ്ഞാൽ അതിൽ ബെൻഡായി പോവും. ഇതിലാകുമ്പോൾ ബെൻഡായി പോവില്ല. അതാണ് മെയിനായിട്ട്. പിന്നെ ടാങ്ക് വ്യത്യാസമുണ്ട്. ടാങ്കിന് CNG ആണെന്നുണ്ടെങ്കിൽ സിംഗിൾ വാൽവാണ് ഉപയോഗിക്കുക. LPG ആണെന്നുണ്ടെങ്കിൽ മൾട്ടി വാൽവാണ് ഉപയോഗിക്കുക. മൾട്ടി വാൽവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കയറാനും ഇറങ്ങാനും വ്യത്യസ്ത വാൽവുകളുണ്ടായിരിക്കും. അപ്പോൾ എഫിഷ്യൻസി ഏതാ കൂടുതൽ? രണ്ടും എഫിഷ്യൻസി ഉണ്ട്. അപ്പോൾ ഇത് ശരിക്കും പറയുകയാണെങ്കിൽ LPG CNG പമ്പുകൾ വന്നിട്ടുണ്ടെങ്കിൽ ഏത് വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം. എന്താ കാരണം വെച്ച് കഴിഞ്ഞാൽ വളരെയധികം ഓട്ടമുള്ളവർക്ക് CNG ആണ് നല്ലത്. ഓട്ടം കുറഞ്ഞ ആൾക്കാർക്ക് LPG ആണ് നല്ലത്. ടാങ്ക് കപ്പാസിറ്റി ഏതിലാണ് കൂടുതൽ? ടാങ്ക് കപ്പാസിറ്റി LPG-യിലാണ് കൂടുതൽ. 60-ന്റെ ടാങ്കിൽ നമ്മളൊരു ഫുൾ ടാങ്ക് അടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏകദേശം 600 കിലോമീറ്റർ പോകും. മറ്റേത് ഫുൾ ടാങ്ക് അടിക്കുകയാണെങ്കിൽ നമുക്ക് 200 കിലോമീറ്റർ പോകും. ഒരു 47 രൂപ LPG-ക്ക്. CNG-ക്ക് 58 രൂപ. CNG കിലോനാണ്. LPG ലിറ്ററാണ്. അങ്ങനെ ഒരു വ്യത്യാസം. എന്തെല്ലാം മെയിൻ കമ്പോണൻസ് ആണ് ഇതിന് വരുന്നത്? ഇതിന് വരുന്നത് വെച്ച് കഴിഞ്ഞാൽ മെയിനായിട്ട് ഒരു ECM, അതായത് ECM-ന്റെ വയറിങ്, അതുപോലെ തന്നെ ഇഞ്ചക്ടർ, ഒരു മൾട്ടി ജെറ്റ് ഇഞ്ചക്ടർ ഉണ്ടായിരിക്കും. സാധാരണ രീതിയിൽ പഴയ കാലത്തൊക്കെ എയർ ഫിൽറ്ററിലേക്കാണ് നേരിട്ട് ഗ്യാസ് കൊടുക്കുക. ഇപ്പൊ അങ്ങനെയല്ല, ശരിക്കും പെട്രോൾ ഇഞ്ചക്ടർമാർ തന്നെ ഒരു ഇഞ്ചക്ടർ വെച്ച് ആ ECM-ലേക്ക് ഈ കണക്ഷൻ വെച്ചിട്ട് ഈ ECM-ൽ നിന്ന് ഓരോ സിലിണ്ടറിലേക്കും ഓരോ ലൈൻ ഇടും. ഓരോ സിലിണ്ടറിലേക്കും മെനിഫോൾഡിൽ കൂടെ. അതുകൊണ്ട് ആ ഓരോ മെനിഫോൾഡിൽ കൂടെ ലൈൻ ഇട്ടിട്ട് ആ ഓരോ മെനിഫോൾഡിൽ ഫയർ ആവുന്നതിനനുസരിച്ചാണ് ഇത് ഫയർ ആവുന്നത്. അപ്പോൾ വളരെ സിമ്പിൾ ഇതാണ്. വളരെ സിമ്പിളാണ്. ഇത് നമ്മൾ ചെയ്താണ് ഈ വണ്ടി. ഈ വണ്ടി LPG ചെയ്തുകൊണ്ടിരിക്കുന്നു. നമുക്കതൊന്നും കാണാൻ പറ്റും. ഇതൊക്കെ പിന്നെ ഇതിന്റെ കമ്പോണൻസ് തന്നെയാണ്. അതെ. ഇതൊക്കെ ഇത് സെയിം തന്നെയാണോ? ഇത് ഒരു കമ്പനി വ്യത്യാസമാണ്. ഇത് തോമസ് ഓട്ടോ, അത് IG1. ഇത് കമ്പോണൻസ് ഒക്കെ മേഡ് ഇന്ത്യ ആണോ അല്ലെങ്കിൽ പുറത്തുനിന്ന് വരുന്നത്? ഇറ്റലി. എല്ലാം ഇറ്റലിയാണ്. ഇവിടെ ഇറ്റലി മാത്രമേ ചെയ്യുന്നുള്ളൂ, ഇന്ത്യൻ ചെയ്യണില്ല. ഇന്ത്യയിലുണ്ട് അങ്ങനത്തെ? ഇന്ത്യയിലുണ്ട്. യൂണിടെക്സ് എന്നൊക്കെ പറഞ്ഞ കമ്പനി ഇന്ത്യനാണ്. അത് ഇന്ത്യയിൽ ചെയ്യണതാണ്. എഫിഷ്യൻസി പോരാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ആകെ 10,000-2,000 വരെ മാറ്റാൻ വരുന്നുള്ളൂ ഇന്ത്യനും ഇറ്റാലിയനും തമ്മിൽ. ഇറ്റാലിയൻ ആകുമ്പോൾ കുറച്ചുകൂടി ഈട് കിട്ടുന്നുണ്ട്. നമുക്കിപ്പോൾ കസ്റ്റമേഴ്സ്ക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ കസ്റ്റമേഴ്സ് കംപ്ലൈന്റ് എന്ന് പറഞ്ഞിട്ട് വരില്ല. ഇതൊക്കെ ചെയ്ത് കൊടുത്തത് കുറെ കാലത്തേക്ക് അങ്ങനെ ആയിരുന്നു. പിന്നെ മറ്റൊരു ആളുകളുടെ ഒരു പേടി എന്ന് പറയുന്നത് ഇത് ഗ്യാസ് ആണ്. അപ്പോൾ പൊട്ടി തെറിക്കാനുള്ള പേടിയുണ്ട്. അതൊരിക്കലും ഇല്ല. എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ CNG ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ശരി, LPG ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എക്സ്പാൻഷൻ വാൽവ് എന്ന് പറഞ്ഞൊരു വാൽവ് വയ്ക്കുന്നുണ്ട്. കുക്കറിനൊക്കെ ഒരു വിസിൽ വയ്ക്കണ പോലെ നമ്മൾ കൂടുതൽ ഗ്യാസ് അടിക്കുകയാണെങ്കിൽ ശരി, ആ വിസിൽ പൊന്തി അതിലുള്ള ലോഡ് കൂടിയ എയർ അല്ലെങ്കിൽ ഗ്യാസ് പുറത്തേക്ക് പോകാനുള്ള കഴിവുണ്ട്. അപ്പോൾ അങ്ങനത്തെ പേടി. പക്ഷേ ഇതുവരെ അങ്ങനെ ഗ്യാസ് വണ്ടി പൊട്ടി തെറിച്ചിട്ട് അപകടങ്ങൾ വളരെ കുറവാണ്. ഈ പിന്നെയും ഷോർട്ട് സർക്യൂട്ട് വരിക ഈ ബാറ്ററിക്കാണ്. ബാറ്ററിയുടെ ടെർമിനൽ കൂട്ടിമുട്ടിയിട്ടുള്ള പ്രശ്നങ്ങളാണ് കൂടുതൽ വരിക. അല്ലാണ്ട് ഇതിനൊക്കെ വെച്ച് കഴിഞ്ഞാൽ എല്ലായിടത്തും സോളിനോട് വാൽവുകളുണ്ടാവും. അങ്ങനത്തെ വാൽവുകൾ ഉണ്ടായിരിക്കും. ഇതിലേക്ക് കറണ്ട് കണക്ഷൻ വിട്ട് കഴിഞ്ഞാൽ പിന്നെ അതിലേക്ക് ഗ്യാസ് വരില്ല. ഇപ്പം ടാങ്കിൽ നിന്ന് ഗ്യാസ് ഇറങ്ങുകയാണെങ്കിൽ പോലും അവിടെയും വെക്കും ഒരു വാൽവ്. ആ വാൽവ് വെച്ച് കഴിഞ്ഞാൽ അതിൽ നിന്ന് ഗ്യാസ് പിന്നെ ഇങ്ങോട്ട് കിടക്കില്ല. ഓക്കെ. ഇപ്പോൾ നമ്മൾ ഗ്യാസ് കൺവേർഷൻ്റെ റേറ്റ് കൂടിയ വരെയാണോ? ഇപ്പോൾ ആളുകളുടെ എണ്ണം കൂടുകയാണോ ഇത് ഇൻസ്റ്റാൾ ചെയ്യുന്നത്? ഇപ്പോൾ പെട്രോളിൻ്റെ വില കൂടുന്നതിനനുസരിച്ച് ആൾക്കാർ കൂടി പിടിപ്പിക്കുന്നുണ്ട്. എന്തായാലും പെട്രോളിൻ്റെ വില നമുക്ക് തടുത്തു നിർത്താൻ പറ്റില്ല. എന്തായാലും അതിനനുസരിച്ച് ആൾക്കാർ ഇത് ചെയ്യുന്നുണ്ട്. നമ്മളിപ്പോൾ മെയിനായിട്ട് കസ്റ്റമേഴ്സ് തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിൽ അല്ലെങ്കിൽ പുറത്തുനിന്ന് വരാറുണ്ട്. ഇപ്പോൾ എനിക്കിപ്പോൾ കസ്റ്റമേഴ്സ് കോഴിക്കോട് തൊട്ടുണ്ട്. കോഴിക്കോട്, പാലക്കാട്, തൃശ്ശൂർ, എറണാകുളത്തിൻ്റെ പകുതി വരെ വരാറുണ്ട്. നമുക്ക് ഇതിൻ്റെ സിസ്റ്റം ഒന്ന് നോക്കാം. അതെന്ന് വെച്ച് ഇതിൻ്റെ പകുതി ഭാഗം ഇതിൻ്റെ അടിയിലാണ് വരിക. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കാണണമെന്നുണ്ടെങ്കിൽ ഇതാണ് കിറ്റ് വരുന്നത്.
ഈ കിറ്റിൽ നിന്നുള്ള കണക്ഷൻസിനുള്ള എല്ലാ കറണ്ട് കണക്ഷനും വരുന്നത് ഈ ബാറ്ററിയുടെ ടെർമിനലിൽ നിന്നാണ്. ഈ ഒരു ഒറ്റ പീസും ഇതിന്റെ എല്ലാ കൺട്രോളും വരും. അതേപോലെ തന്നെ ECM ബോർഡ് ഇതാണ്. ECMന്റെ ഫംഗ്ഷൻ എന്താ? ECMന്റെ ഫംഗ്ഷൻ എന്ന് വെച്ചാൽ ശരിക്കും നമുക്ക് പെട്രോൾ വണ്ടിക്ക് എന്തിനാണോ ECM വെക്കണേ അതേ ഫംഗ്ഷൻ തന്നെ ഗ്യാസിന് ഈ ECM കൊണ്ട് നടക്കും. ഈ ECM എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു പ്രത്യേക പ്രോഗ്രാമിംഗ് ഒക്കെ പുതിയതായിട്ട് ഇൻസ്റ്റാൾ ചെയ്യണമെന്നെങ്കിലും ഈ വണ്ടി പ്രോഗ്രാം ചെയ്യണമെന്നുണ്ടെങ്കിലും ഈ ഇതിൽ ഒരു ലാപ്ടോപ്പ് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ പ്രോഗ്രാം ചെയ്യാൻ പറ്റും. അപ്പൊ ഇതിന് വണ്ടിക്ക് കൂടാണ്ട് ഈ ഗ്യാസ് കിറ്റിന് വേറെ ECM ഉണ്ട്. വേറെ ECM ഉണ്ട്. ആ ECM വഴി നമുക്ക് ഈ വണ്ടി എത്ര കിലോമീറ്റർ ഓടി, ആരൊക്കെ എന്തൊക്കെ രീതിയിൽ ഓടി, എത്ര സ്പീഡിൽ ഓടി, അടുത്ത സർവീസ് എന്നാണ്, പുതിയതായിട്ട് ഒരു 2 കൊല്ലം കഴിഞ്ഞ ഒരു അപ്ഡേഷൻ വന്നു കഴിഞ്ഞാൽ അപ്ഡേഷൻ ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ ഇതിന്റെ പ്രോഗ്രാമിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് ഫാസ്റ്റ് ആയിട്ട് ഓടണം, സ്ലോ ആയിട്ട് ഓടണം, മൈലേജ് കൂട്ടി വെക്കണം, അതൊക്കെ ഇതിൽ നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ എന്താ വെച്ചാൽ ഇതിന്റെ ഫീഡ്ബാക്ക് കിട്ടും. നമുക്കിപ്പോൾ എന്തെങ്കിലും ഒരു കംപ്ലൈന്റ് വന്ന് കസ്റ്റമർക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടായി എന്ന് വെച്ചാൽ ഇതിൽ കുത്തി നോക്കി കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും ഈ വണ്ടി അയക്കാണ്ട് തന്നെ എവിടെയാണ് ഇതിന്റെ കംപ്ലൈന്റ് എന്ന് റിട്രീവ് ചെയ്യാൻ പറ്റും. നമുക്ക് കമ്പ്യൂട്ടറിൽ എഴുതി കാണിക്കും. അതേപോലെ തന്നെ പിന്നെ വരുന്നത് ഇത് മെയിൻ ഗ്യാസ് വരുന്നത് യൂണിറ്റ്. ഇത് ഗ്യാസ് പ്രഷർ യൂണിറ്റ് ആണ്. നമുക്ക് ബാക്കിൽ നിന്ന് വരുന്ന ഗ്യാസിന് ഇതിലേക്കാണ് ആദ്യം വരിക. ഇതിൽ നിന്ന് നമ്മൾ ഈ ഫിൽറ്ററാണ് ഞാൻ പറഞ്ഞത് ഇടയ്ക്ക് ചേഞ്ച് ചെയ്യേണ്ടി വരും എന്ന് പറഞ്ഞത്. ഈ ഫിൽറ്റർ കഴിഞ്ഞിട്ട് ഇത് മാപ്പ് സെൻസർ ആണ്. എത്ര കിലോമീറ്റർ കൂടുമ്പോഴാണ് ഫിൽറ്റർ ചേഞ്ച്? അങ്ങനെയൊന്നുമില്ല, ഒരു 30,000 കിലോമീറ്റർ വരെ ഇത് കിട്ടും. ഈ ഫിൽറ്റർ കഴിഞ്ഞിട്ട് പിന്നെ വരുന്നതാണ് മാപ്പ് സെൻസർ. ഈ മാപ്പ് സെൻസർ കഴിഞ്ഞിട്ടാണ് നമുക്ക് ഈ ഇഞ്ചക്ടർ വരുന്നത്. ഈ ഇഞ്ചക്ടറിൽ നിന്നാണ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഓരോ സിലിണ്ടറിലേക്കും ഓരോരോ വാൽവുകളാണ് വരിക. ഇതിപ്പോൾ 3 സിലിണ്ടർ ആണ്, അപ്പോൾ 3 വാൽവ് ഇട്ടിരിക്കുന്നത്. ഇത് ഓട്ടോമാറ്റിക് വണ്ടിയാണ്. ഇത് ഓട്ടോമാറ്റിക് വണ്ടിയാണ്. സെലീറിയോ. അപ്പൊ ഇവിടെ വന്നു പിന്നെ ഇത് മിക്സ്. അപ്പൊ എങ്ങനെയാണ് ഇത് ചേഞ്ച് ഓവർ ആവുന്നത്? പെട്രോളിന് ചേഞ്ച് ഓവർ ആവുന്നത് അതിന്റെ യൂണിറ്റ് എവിടെ ഇല്ല? ഇല്ല, അതിന് സ്വിച്ച് ഉണ്ട് സെപ്പറേറ്റ്. ഈ ECM ബോർഡ് തന്നെയാണ് അതിന്റെ മെയിൻ വർക്കിംഗ് ചെയ്യുന്നത്. എന്നാൽ പോലെ ഒരു സ്വിച്ച് ഉണ്ട്. ഈ CNGക്ക് ആകുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അഡീഷണൽ ഒരു ക്രാങ്ക് സെൻസർ ഉണ്ടായിരിക്കും. ആ ക്രാങ്ക് സെൻസറുള്ളതാണ് ആ വണ്ടിയുടെ പവർ കൂട്ടണത്. അപ്പൊ ശരിക്കും CNGക്ക് പവർ ഇല്ല. ശരിക്കും ആ ക്രാങ്ക് സെൻസർ കൂട്ടിയിട്ട് വെച്ചിട്ടാണ് നമ്മൾ CNG വെക്കുകയാണെങ്കിൽ ഇതിന് പവർ കൂട്ടണത്. CNGക്കും ഓൾമോസ്റ്റ് ഈ സിസ്റ്റങ്ങൾ തന്നെയാണ് വരിക. അതിലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊന്ന് മാറ്റം വരും. ഇപ്പോൾ വേറൊരു കേസ്, ഇപ്പോൾ ഒരു പുതിയ വണ്ടിക്ക് CNG അല്ലെങ്കിൽ LPG വന്നിട്ടുണ്ടെങ്കിൽ ആ വാറണ്ടിക്ക് എന്തെങ്കിലും ഇൻഷുറൻസ് ഉണ്ടാവും? വാറണ്ടിക്ക് ഇപ്പോൾ നമ്മൾ കമ്പനിക്കാർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ വാറണ്ടി അതിൽ ഇൻവോൾവ് ആവും. നമ്മൾ ചെയ്ത് കൊടുക്കുമ്പോൾ ആ വാറണ്ടി നഷ്ടപ്പെടും. അങ്ങനെയാണ് ഒട്ടുമിക്ക ഇതുകളും ചെയ്യുന്നത്. പിന്നെ ഇതിൽ മറ്റൊരു കേസ് പറയാറുള്ള ഈ CNG ആയാലും LPG ആയാലും പെട്രോളിനേക്കാളും അപേക്ഷിച്ച് എൻജിൻ ഹീറ്റ് കൂടുന്നു. ഇല്ല, ഈ സിസ്റ്റത്തിൽ നമുക്ക് ഹീറ്റ് കൂടില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതിന് എയർ ഫിൽറ്ററിന്റെ വാൽവ് വരണേ. ഈ എയർ ഫിൽറ്ററിന്റെ വാൽവ് ഒരിക്കലും ബ്ലോക്ക് ചെയ്യണില്ല. ഈ എയർ ഫിൽറ്റർ നമുക്ക് സ്വാഭാവികമായിട്ടും വണ്ടിക്ക് കിട്ടുന്ന ഓക്സിജൻ അതേ ലെവലിൽ തന്നെ കിട്ടിക്കൊണ്ടിരിക്കും. നമ്മളിപ്പോൾ ഇതിൽ കൂടെ കൊടുക്കുന്ന കാരണം നമുക്ക് ഓക്സിജന്റെ വാലുവേഷൻ വരുന്നില്ല. അതുകൊണ്ട് തന്നെ ഹീറ്റ് കൂടില്ല ഒരു കാരണവശാലും. ഇത് നമുക്ക് എഞ്ചിന്റെ ഹെൽത്തിന് പ്രശ്നം വരില്ല. LPG ഒരു കാരണവശാലും ഇത് വരില്ല. പൊല്യൂഷൻ നോക്കുകയാണെങ്കിൽ വളരെ കുറവായിരിക്കും. ഇപ്പൊ നമ്മൾ ഇപ്പോൾ പൊല്യൂഷൻ ടെസ്റ്റ് നടത്തുമ്പോൾ നമുക്കത് വ്യത്യാസം കറക്റ്റ് ആയിട്ട് അറിയാൻ പറ്റുമായിരിക്കും. അതായത് പൊല്യൂഷൻ ടെസ്റ്റ് നോക്കുമ്പോൾ പെട്രോളിനെ അപേക്ഷിച്ച് വളരെയധികം പൊല്യൂഷൻ കുറവായിരിക്കും. വണ്ടിയുടെ ഉള്ളിൽ എന്തെല്ലാം മാറ്റങ്ങളാണ് വരുത്തുന്നത്? ഇതിപ്പോ ചേഞ്ച് ഓവർ സ്വിച്ച് ഡാഷ്ബോർഡിൽ ആകെ കൂടിയിട്ട് ഒരു വയറിംഗ് ഉള്ളൂ. ഇത് ഈ ചേഞ്ച് ഓവർ സ്വിച്ചിന് മാത്രമേ ഉള്ളൂ. ഈ ചേഞ്ച് ഓവർ സ്വിച്ച് ഈ ലെവലിൽ ഇടുകയാണെങ്കിൽ ഇത് പെട്രോളാണ്. ഇതൊരു പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഗ്യാസായി. ഇത്രയേ ഉള്ളൂ ഇതിന്റെ ഫംഗ്ഷൻ. വേറെ പിന്നെ ഇതിൽ ബാക്കിലത്തെ ഗ്യാസിന്റെ അളവ് ഇതിൽ തന്നെ കാണിക്കും. ഇത് ടാങ്കിൽ എത്ര ഗ്യാസ് ഉണ്ടെന്നുള്ളത് ഇതിന്റെ ഈ ലൈറ്റുകൾ ഫുൾ ഇൻഡിക്കേഷൻ കാണിക്കും. പിന്നെ ഇതിന് മറ്റൊരു ഈ ഗ്യാസ് വെക്കുന്ന വണ്ടികൾക്ക് പുള്ളിങ് കുറവ് അങ്ങനത്തെ വല്ലതും ഉണ്ടാവും? ഈ LPGയിൽ ഒരിക്കലും ഒരു പുള്ളിങ് കുറവുണ്ടായിരിക്കില്ല. പിന്നെയും CNGയിലും ചെറിയ പുള്ളിങ് കുറവുണ്ടായിരിക്കും. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു വണ്ടി 100 കിലോമീറ്റർ സ്പീഡ് എത്താൻ ഒരു 6 സെക്കൻഡ് പറയണമെന്നുണ്ടെങ്കിൽ ഇത് അതൊരു 8 സെക്കൻഡായി മാറും. അതാണ് അതിൻ്റെ ഒരു ചെറിയൊരു വ്യത്യാസം ഉള്ളത്. അല്ലാണ്ട് വണ്ടി ഓടിക്കുന്നതിൽ പുള്ളിങ് കുറവുണ്ടാവില്ല. നമ്മൾ 100 കിലോമീറ്റർ എത്താനുള്ള സ്പീഡിൽ കുറച്ച് സമയം എടുക്കും. അപ്പോൾ 2 സെക്കൻഡിലേക്ക് മാറ്റം വരും. അപ്പോൾ ഇതിന്റെ ഉള്ളിൽ ഡാഷ്ബോർഡിലൊന്നും വലിയ മാറ്റങ്ങളൊന്നും ഇല്ല. ഈ ഒരു ഒറ്റ സ്വിച്ച് അത് അഴിച്ചെടുക്കാൻ പറ്റുന്ന സ്വിച്ചാണ്. അങ്ങനെ ഇത് പിന്നെ കപ്ലർ പിന്നെ ബാക്കിൽ വരുന്നുണ്ട് എന്തെങ്കിലും മാറ്റം? ബാക്കിൽ ടാങ്ക് വെക്കുന്നുണ്ട്. ഇനി ഇതിന്റെ ഉള്ളില് ഇത് സിലിണ്ടർ വരും. ഇത് 60 ലിറ്ററിന്റെ ടാങ്കാണ്. 60 ലിറ്ററിന്റെ ടാങ്ക് ആയ കാരണമാണ് ഈ സ്റ്റെപ്പിന് ഇങ്ങനെ വെച്ചോക്കണത്. അല്ലെങ്കിൽ ഇതിന് സ്റ്റെപ്പിനിയില് മോഡലൊരു ടാങ്ക് വരുന്നുണ്ട്. ആ ടാങ്ക് ആണെന്നുണ്ടെങ്കിൽ ഇതിൽ ഗ്യാസ് ഒന്നും അറിയുന്നില്ല. ശരിക്കും സ്റ്റെപ്പിനി കിടക്കണോടത്ത് റൗണ്ട് ആയിട്ട് കിടക്കും. അപ്പൊ നമുക്ക് ഒരു ബൂട്ട് സ്പേസ് പോവാം ഇത് വെക്കുന്നോണ്ട്. ചെറുതായിട്ട് ബൂട്ട് സൈസ് പോവും. ബൂട്ട് സ്പേസ്
സ്റ്റെപ്പിന് വേറെ വെക്കാൻ ഗ്യാപ്പില്ല, സ്റ്റെപ്പിന് താഴെ വെക്കാൻ പറ്റില്ല. താഴെ വെക്കാം. ഈ സ്റ്റാൻഡിന് ഹൈറ്റ് കൂട്ടുകയാണെന്നുണ്ടെങ്കിൽ താഴെ വെക്കാം. എന്താ കാരണം ഈ സ്റ്റാൻഡ് ഹൈറ്റ് കൂട്ടി കഴിഞ്ഞാൽ ഇത് താഴെ വെക്കുന്നതിനനുസരിച്ച് ഇത് പൊന്തിരിക്കും. അത് വേണമെന്ന് വെച്ചിട്ടാണ് ഇപ്പൊ ഇങ്ങനെ കെടുത്തി വെച്ചോളൂ. കെടുത്തി വെച്ചോളാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്റ്റാൻഡിന്റെ ബലം കൂടും. എന്താ പറയുക, ഷേക്കിംഗ് ഉണ്ടായിട്ട് തകിട് കൂട്ടില്ല. ഇതിന്റെ കപ്പാസിറ്റി എത്രയാ? 60 ലിറ്റർ. ഇപ്പൊ ടാങ്ക് ടൈപ്പുള്ള ടയർ ടൈപ്പ് അത് 35 ലിറ്റർ. വാട്ടർ കപ്പാസിറ്റി 35 ലിറ്റർ, 28 ലിറ്റർ ഗ്യാസ് കയറും. അതിന്റെ പകുതി ഉണ്ടാവുള്ളൂ. ഇതിന് വെച്ച് കഴിഞ്ഞാൽ 60 ലിറ്റർ വാട്ടർ കപ്പാസിറ്റി, 48 ലിറ്റർ ഗ്യാസ് ഉള്ളൂ. ഇതിനൊക്കെ എത്ര കിലോമീറ്റർ ഓടും ഫുൾ ടാങ്കില്? ഒരു 600 കിലോമീറ്റർ. 600 കിലോമീറ്റർ ഓടും. 600 കിലോമീറ്റർ 600. ഓക്കെ, ഫുൾ സിലിണ്ടറിന് ഏകദേശം എത്ര വരും? ഗ്യാസിന്റെ വില അനുസരിച്ചിരിക്കും. എന്നാലും ഏവറേജ് ഒരു 1500 രൂപയ്ക്ക് ഉണ്ടെങ്കിൽ 600 കിലോമീറ്റർ. ഒരു 2 രൂപ വരെ മാറ്റം വരുള്ളൂ, ചെലവ് വരുന്നുള്ളൂ. നമ്മൾ CNG LPG തമ്മിൽ മൈലേജിന് എന്തെങ്കിലും മാറ്റം ഉണ്ടാവും? മൈലേജിന് വെച്ച് കഴിഞ്ഞാൽ LPGക്ക് നമുക്ക് ഒരു 15 കിലോമീറ്റർ ആണ് 1 ലിറ്ററിൽ കിട്ടുന്നത്. മറ്റേ CNG ആണെന്നുണ്ടെങ്കിൽ 1 കിലോമീറ്റർ നമുക്ക് ഇരട്ടി മൈലേജ് കിട്ടുന്നുണ്ട്. അപ്പോൾ ഓൾമോസ്റ്റ് ഡബിൾ. അപ്പോൾ CNG ലാഭം. നമുക്ക് ഇതുപോലത്തെ ഒരു പ്രോസസ്സിന് എത്ര ദിവസം എടുക്കും അങ്ങനെ ചെയ്യാൻ? ഇത് LPG ആണെന്നുണ്ടെങ്കിൽ 2 ദിവസം സീക്വൻഷ്യൽ ചെയ്യാൻ. CNG ആണെന്നുണ്ടെങ്കിൽ 3 ദിവസം. ട്രയൽ ഓടിക്കലെല്ലാം അടക്കും. അപ്പോൾ ഇത്രയാണ് കാര്യങ്ങൾ. ഇപ്പൊ നമ്മുടെ ഈ ലൊക്കേഷൻ കാളത്തോട്, തൃശ്ശൂർ കാളത്തോട്, ഇന്ത്യൻ ഓയിൽ പമ്പിന്റെ നേരെ മുമ്പ്. നമ്മുടെ സ്ഥാപനത്തിന്റെ പേര് സ്റ്റാർലൈറ്റ്. ഓക്കെ. അപ്പോൾ നമ്മുടെ ഈ സ്ഥാപനം സ്റ്റാർലൈറ്റ് ഏകദേശം 15 വർഷമായിട്ട് ഗ്യാസ് കിറ്റ് കൺവേർഷൻ നടത്തുന്ന കമ്പനിയാണ്. ഗവൺമെൻറ് അംഗീകൃത സ്ഥാപനമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലത്തെ എന്തെങ്കിലും റിക്വയർമെൻറ്റ് ഉണ്ടെങ്കിൽ മെൽവിനായിട്ട് കോൺടാക്ട് ചെയ്യാം. മെൽവിൻ്റെ ഇൻഫർമേഷൻ, അഡ്രസ്സും എല്ലാം ഈ വീഡിയോൻ്റെ താഴെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനുള്ളവർക്ക് ചിലപ്പോൾ ഉപയോഗപ്രദമാണെങ്കിൽ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ സൈനിങ് ഓഫ് ജോബി ആൻ്റണി.